നമസ്തേ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ ഒരു ക്ലാസ് ഇട്ടിരുന്നു എങ്ങനെയാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആ പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് 1 ലിറ്റർ പാലിൻ്റെ കാര്യമാണ് ഞാനൊന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് 1/2 ലിറ്റർ പാൽ വെച്ച് സ്പീഡിൽ ഞാനൊരു കൂട്ടാൻ തയ്യാറാക്കുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്നു. 1/2 ലിറ്റർ പാലെടുത്ത് 70 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കണം. 100 ഡിഗ്രി ആക്കാൻ വരെ നിൽക്കേണ്ട, 70 ഡിഗ്രി മതി. 4 നാരങ്ങയുടെ നീരെടുത്ത് മാറ്റി വെച്ച് അരിച്ചൊഴിച്ച്, എന്നിട്ട് ആ പാലിനകത്തേക്ക് ഈ നാരങ്ങ നീര് ക്ലോക്ക് വൈസ് വലത്ത് വശത്തോട്ട് തന്നെ ഇങ്ങനെ സൈഡ് ചേർത്തൊഴിക്കണം ആ നാരങ്ങ നീര്. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇളക്കി 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 വരുമ്പം പെട്ടെന്നത് എല്ലാം കൂടി ഒരു ഗ്രീൻ കളറാവും. നമ്മുടെ ആ ലൈനിയെല്ലാം ഈ ഇതെല്ലാം കൂടി ഒരുമിച്ചൊരു കട്ട പോലെ ആയി വരും, കട്ടിയായിട്ട് വരും പനീർ. അപ്പോൾ അതെല്ലാം കൂടെ മാറ്റി ഒരു മസ്ലിൻ തുണിയിലോ തോർത്തിലോ എല്ലാം അരിച്ച് എടുത്ത അതിനകത്തെ ആ കണ്ടൻസിൻ്റെ പേരാണ് പനീറെന്ന്. ആ പനീർ വെച്ച് അതിനകത്തെ വെള്ളം മുഴുവൻ നമ്മൾ ഞെക്കി കളഞ്ഞതിന് ശേഷം ആ വെള്ളം നമ്മൾ കളയാൻ പാടില്ല. വെള്ളം വേറൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വയ്ക്കണം, ഭയങ്കര ഔഷധ മൂല്യമുള്ളതാണ്. ആ വെള്ളത്തിൻ്റെ കൂടെ സ്വല്പം പഞ്ചസാരയും കൊണ്ടിട്ട് നിങ്ങൾ മാറ്റി വെച്ചേക്കണം. ഈ പനീർ കിട്ടുന്ന പനീറിനകത്ത് സ്വല്പം ഉപ്പും ചേർത്തൊരു പാത്രത്തിലാക്കി സ്വല്പം ഗോതമ്പ് പൊടിയോ റവയോ സ്വല്പം അരിപ്പൊടിയോ കൂടെ മിക്സ് ചെയ്തൊന്ന് ശകലം, കാരണം ഈ പാല് നമ്മളല്ലാതെ ഇത് പനീർ മാത്രമായിട്ട് വറക്കാൻ പോയാൽ ചിലപ്പോൾ ആ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കത്തേ ഉള്ളൂ. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചു തരുന്നത്. അത് ചെറിയ പീസുകളാക്കി ഒന്ന് വറുത്ത് കോരി എടുക്കുക. വറുത്ത് കോരി ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ എണ്ണ ഒഴിച്ച് വറുത്ത് കോരി എടുത്തതിന് ശേഷം ചെറിയ ഗോളുകളാക്കിയിട്ട്, അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു, അത് വറുത്ത് കോരി ഒരു പാത്രത്തിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഒരു 1/2 ലിറ്റർ പാലിൽ നിന്ന് 2 സവാളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ആവശ്യത്തിന് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ തയ്യാറാക്കി വെച്ച് ആ പാനിനകത്ത് വെച്ച് തന്നെ ഇതൊന്ന് ഇട്ട് പൊട്ടിച്ച് ഇതെല്ലാം കൂടി ഇട്ട് ഈ അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പനീർ, വറുത്ത് കോരി എടുത്ത പനീർ അതിലേക്കിടുക. അതായത് പാലിറച്ചി കറി എന്നാണ് ഇതിന് പേര് പറയുന്നത്, പനീർ കറി എന്നും പറയാം. അപ്പോൾ അത് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ വെള്ളം വന്നിരിക്കുന്നുണ്ടല്ലോ, വേട്രിങ്സ്, ആ പാലിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളം കുറച്ച് കൂടെ ഇതിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നിങ്ങൾക്ക് ഏതാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് ഇതിനകത്ത് വഴറ്റുമ്പോൾ ആഡ് ചെയ്തോണം. കാര്യം മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഇടുവാണെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾ സ്വല്പം കുടംപുളി കൊണ്ടിട്ടുണ്ടാക്കിയാൽ അത് മീൻ കറിയുടെ ടേസ്റ്റ് വരും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇല്ല എങ്കിൽ കറുവപ്പട്ടയും എല്ലാം കൂടെ പൊടിയെല്ലാം കൂടെ ഇട്ടെടുക്കുകയാണെങ്കിൽ മീറ്റ് മസാലയുടെ പൊടി ഇട്ടെടുത്താൽ നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ അത് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഏതോ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. ഞാൻ കുടംപുളി എടുത്താണ് ഇതുണ്ടാക്കിയത്. ഇപ്പോൾ അതങ്ങനെ സ്വല്പം നേരം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വെന്ത് കഴിയുമ്പം അധികം സമയം വേണ്ട, ഭയങ്കര ടേസ്റ്റാണ് അത് ഉപയോഗിക്കാൻ. സ്വല്പം പഞ്ചസാരയും കൂടെ ആവശ്യമെങ്കിൽ അതിനകത്ത് ചേർക്കാം. നമുക്ക് ചപ്പാത്തിക്കും ഏതിനും ചോറിനും ഒക്കെ നല്ലൊരു കൂട്ടാനാണ്. പാലിറച്ചി കറി എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പേര് പറയാം, പനീർ കറി. ഇന്ന് നിങ്ങളെല്ലാവരും ആ പനീർ കറി 1/2 ലിറ്റർ പാലെന്ന് എടുത്താൽ മതിയല്ലോ. പനീർ മാത്രമാക്കി കൊണ്ടെടുത്താൽ ശരിയാകത്തില്ല. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതിനകത്ത് പലതും ചേർത്ത് അവർ തരുന്നതാണ്. അതെന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് അറിഞ്ഞുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ചേർക്കാതെ പരിശുദ്ധമായിട്ടുള്ള പനീറാണ് നമ്മളിവിടെ കറി ഉണ്ടാക്കുന്നത്. അത് നമ്മളെല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബാക്കി വരുന്ന ആ വെള്ളം സ്വല്പം പഞ്ചസാരയിട്ട് ബാക്കിയുണ്ടെങ്കിൽ വെച്ചിരുന്ന പിറ്റേ ദിവസം നമുക്ക് പാലപ്പമോ വെള്ളയപ്പമോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത് ചേർത്ത് ഉണ്ടാക്കാം. പാൽക്കള്ളം എന്നാണ് അതിൻ്റെ പേര്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. എല്ലാവരും ഹെൽത്തിന് പറ്റിയൊരു ഫുഡാണ്. നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ അടുത്ത ദിവസം വന്നിരിക്കും. ഇന്നിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്തേ.